തിരഞ്ഞെടുപ്പിൻ്റെ ചൂടും ചുരവും എല്ലാം വളരെ സജീവമായി കഴിഞ്ഞു. വളരെ സജീവം വരുമ്പോൾ വാഗ്ധോരണികൾ അതുപോലെ തന്നെ വാഗ്യുദ്ധങ്ങളൊക്കെ വളരെ വലിയ രീതിയിലാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ നരേന്ദ്രമോദി ഈ ഞായറാഴ്ച തൃശ്ശൂർ വരുന്നു. സ്വാഭാവികമായിട്ടും അവിടെ പത്മജയുടെ മണ്ഡലമുണ്ട്, തൃശ്ശൂരിൻ്റെ പത്മജയുടെ മണ്ഡലമുണ്ട്, മണലൂരിൻ്റെ മണ്ഡലമുണ്ട്, നാട്ടിക തുടങ്ങി തൃശ്ശൂരിലെ നിരവധി മണ്ഡലങ്ങളിൽ എല്ലാം കൂടി ചേർത്തുകൊണ്ട് തൃശ്ശൂർ ജില്ലയ്ക്കാകെ ഉള്ള എല്ലാ സ്ഥാനാർത്ഥികളെയും ചേർത്തുകൊണ്ടുള്ള സംവിധാനത്തിലായിട്ട് നമ്മുടെ നരേന്ദ്രമോദി വരുന്നുണ്ട്. തൃശ്ശൂറാണ് വരുന്നത്. തീർച്ചയായിട്ടും വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പരിസ്ഥിതിയാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കേരളത്തിൻ്റെ 2 മുന്നണികൾ ഉണ്ടായിരുന്നിടത്തുനിന്ന് മാറി 3 മുന്നണികളിലേക്ക് പോയി. ഇപ്പോൾ 3 മുന്നണികളെന്ന് പറയുന്നിടത്തും വളരെ വ്യക്തിപരമായ സ്ഥാനാർത്ഥിത്വം പിടിക്കുന്ന രീതിയിലേക്കൊക്കെയുള്ള പോക്ക് പോയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് കണക്കെടുത്ത് തന്നെ പോകാം. അതായത് നെന്മാറ, ചിറ്റൂർ, പാലക്കാട്, നെന്മാറ, ആലത്തൂർ, ചേലക്കര, കുന്നംകുളം, ഗുരുവായൂരാണ് ഇപ്പോൾ വലിയ തർക്കം വന്നത്, മണലൂർ, വടക്കാഞ്ചേരി, ഒല്ലൂർ, തൃശ്ശൂർ, നാട്ടിക, കയ്പമംഗലം, ഇരിങ്ങാലക്കുട, പുതുക്കാട്, ചാലക്കുടി, കൊടുങ്ങല്ലൂർ, ഇത്രയും മണ്ഡലങ്ങളുടെ NDA സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥമാണ് തൃശ്ശൂരിൽ മോദി വരുന്നത്. എങ്കിലും പ്രധാനമായും പത്മജ വേണുഗോപാലിൻ്റെ പരിപാടിയായിട്ട് റോഡ് ഷോയാണ് അവിടെ നടക്കുന്നത്. എനിക്ക് തൃശ്ശൂർ ഗ്രൗണ്ട് കേന്ദ്രീകരിച്ചായിരിക്കും റോഡ് ഷോ നടക്കുന്നത്. 2 പ്രാവശ്യം നരേന്ദ്രമോദി കേരളത്തിൽ വരുന്നുണ്ട്. ഇനി അടുത്തത് തിരുവനന്തപുരത്താണോ കോഴിക്കോടാണോ അതിന് മറ്റേതെങ്കിലും മണ്ഡലത്തിലാണോ എന്നറിയില്ല. പാലായിലൊക്കെ പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്, എവിടെയാണെന്നറിയില്ല. അതുപോലെ തന്നെ അമിത്ഷാ 2 പ്രാവശ്യം കേരളത്തിൽ വരാൻ സാധ്യതയുണ്ട്. നിതിൻ ബബിൻ, BJPയുടെ നാഷണൽ പ്രസിഡന്റ് നിതിൻ ബബിൻ 3 പ്രാവശ്യം കേരളത്തിൽ വരുമെന്ന് പറയുന്നു. ഇതിനിടയ്ക്ക് ഇന്ന് നല്ല തമാശ നടന്ന ഒരു കാര്യമുണ്ട്. നാഗാ സന്യാസിമാർ 3-4 പേര് തിരുവനന്തപുരത്ത് കരമന ജയന് ആശീർവാദം കൊടുക്കാനായിട്ട് യോഗി ആദിത്യനാഥ് പറഞ്ഞനുസരിച്ച് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇന്ത്യ കേരളത്തെ നന്നായി ശ്രദ്ധിക്കുന്നു. പ്രത്യേകിച്ച് BJPക്കാരും സ്വാമിമാരും സന്യാസിമാരും എല്ലാം കേരളത്തിൽ തമ്പടിച്ച് കേരളത്തെ BJP ജയിപ്പിച്ച് അടങ്ങൂ എന്നുള്ള നിലയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അത് വളരെ രസകരമാണ്. ഈ യോഗി ആദിത്യനാഥ്, അതുപോലെ തന്നെ ഗുജറാത്ത് മുഖ്യമന്ത്രി, ബീഹാർ മുഖ്യമന്ത്രി, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി, കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും അതുപോലെ തന്നെ വടക്കൻ സംസ്ഥാനങ്ങളിലെയും ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത, അങ്ങനെ തുടങ്ങിയ എല്ലാവരും കേരളത്തിലേക്ക് വരികയാണ്, കേരളത്തെ എടുത്തു മറിക്കാൻ. അപ്പോഴും സുരേഷ് ഗോപി നേടിയിട്ടുള്ള വലിയ ഭൂരിപക്ഷമാണ് സുരേഷ് ഗോപി മണലൂർ നേടിയിട്ടുള്ളത്. അവിടെ TN പ്രതാപനാണ് മത്സരിക്കുന്നത്. അത് കിട്ടുമോ എന്നറിയില്ല. അനീഷാണ് ഇപ്പോൾ BJPക്ക് കൊണ്ട് മത്സരിക്കുന്നത്. വളരെ ഡൈനാമിക് ആയിട്ടുള്ളൊരു ചെറുപ്പക്കാരനാണ്. പക്ഷേ അത് അനീഷിന് ആ വോട്ട് പിടിക്കാൻ കഴിയുമെന്ന് അറിയത്തില്ല, സുരേഷ് ഗോപി എടുത്ത വോട്ട്. കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കുറച്ചൊരു ഏറ്റക്കുറച്ചിലുകൾ BJPയോടെ ഉണ്ടായി. എന്തായാലും നരേന്ദ്രമോദി അവിടെ എത്തുന്നു. മോദി എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. വികസിത കേരളം എന്ന കൺസെപ്റ്റിൽ നരേന്ദ്രമോദി വികസിത ഭാരതം 2047 എന്നതിൻ്റെ ബാക്കി പത്രമായി വികസിത കേരളം എന്നൊരു ടാഗ് ലൈൻ ഇട്ടുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ ക്യാമ്പയിൻ നയിക്കുന്നത്. MD രമേശും AN രാധാകൃഷ്ണനും തുടങ്ങിയ ചുരുക്കം ചില നേതാക്കളൊഴിച്ച് മിക്കവാറും എല്ലാ നേതാക്കളും മത്സര രംഗത്തുമുണ്ട്. അപ്പോൾ വലിയ ത്രികോണ മത്സരമാണ് A ക്ലാസ് മണ്ഡലങ്ങളിൽ കാഴ്ചവെക്കുന്നത്. അതിൽ ഞാനിപ്പോൾ ഒരു 10-40 മണ്ഡലങ്ങൾ അങ്ങനെ വളരെ കൃത്യമായി BJPക്ക് വലിയ അപ്പർ ഹാൻഡുള്ള മണ്ഡലങ്ങളുണ്ട്. പക്ഷേ എവിടെയൊക്കെ ജയിക്കും, എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും തൃശ്ശൂരിൽ, സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ മോദി വരുന്നു. അപ്പോൾ അടുത്ത വിവാദങ്ങൾ വരാൻ കിടക്കുന്നു. മോദി വരുമ്പോൾ സ്വാഭാവികമായും മോദി രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും പറയും. ശബരിമല അയ്യപ്പൻ്റെയും വിശ്വാസത്തിൻ്റെയും രാഷ്ട്രീയവും എല്ലാ കാര്യങ്ങളും പറയും. പരമചെറ്റയിൽ തുടങ്ങിക്കിടക്കുന്ന വിവാദം ഇവിടെ കിടക്കുകയാണ്. അതിനിടയിലാണ് ഈ വിഷയം കിടക്കുന്നു.
നമുക്കെന്തായാലും കാത്തിരുന്ന് കാണാം. നരേന്ദ്രമോദി വരട്ടെ. എന്താണ് അദ്ദേഹത്തിൻ്റെ ഈ വരവിൽ കേരളത്തിൽ പറയാനുള്ളതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.